പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മൈനാട് വഴി പോയപ്പോഴാണ് മൈനാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുട്ടികൾ ഓടുന്നതും ചാടുന്നതും നല്ലൊരു പ്രഭാത കാഴ്ചയാണ് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അതിൻ്റെ നടുവിൽ മൈനാട്ടിൻ്റെ ഫുട്ബോൾ, നമുക്കറിയാം ഫുട്ബോൾ കളിയുടെ മാന്ത്രിക മൈനാട്ടിലത്തെ ശ്യാമൊക്കെയാണ് ഇതിന് നല്ല പരിശീലനങ്ങളൊക്കെ നൽകുന്നത്. കണ്ടല്ലോ, കുട്ടികളുടെ നടുക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ നൽകിയാണ് യുവതലമുറ ലഹരിപ്പിടിയിലാകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ തലമുറ ലഹരിയിൽ വീഴാതിരിക്കാൻ വേണ്ടി മാജിക്കൽ ബൂട്ട്സിൻ്റെ ശ്യാമും അതുപോലെ ഷിജിയും അമലും ഒക്കെ ഈ മാജിക്കൽ ബൂട്ട്സിൻ്റെ കുട്ടികളെല്ലാം ചേർന്ന് രാവിലെ മുതൽ ഫുട്ബോൾ പരിശീലനം നടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കണ്ടല്ലോ, നല്ലൊരു എക്സസൈസുകളൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഗ്രൗണ്ടിൽ. വെയിൽ വീണിട്ടില്ല, ഇവിടെ 6:30 ആവുന്നുള്ള ഇത്രയും കുട്ടികൾ ഈ ഗ്രൗണ്ട് നിറയെ കുട്ടികളാണ് ഈ ഫുട്ബോളിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് അതിൻ്റെ തുടക്കമെന്നതിൽ കുറേ എക്സസൈസുകളൊക്കെ ശ്യാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, വളരെ മോശപ്പെട്ടൊരു കാലാവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. പലവിധ പത്രം വായിക്കാൻ വയ്യാത്ത അവസ്ഥ, ലഹരി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിലൊന്നും വീഴാതിരിക്കാൻ യുവതലമുറയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഈ ശ്യാമിൻ്റെ ഈ നീക്കം വളരെ ശ്ലാഘനീയമാണ്. ശ്യാമിൻ്റെ കൂടെ ഷിജിയും അമലും എല്ലാം ഉണ്ട്. അവർ മാജിക് ഫുട്ബോൾ ട്രൂപ്പിൽ മക്കൾ എല്ലാം കൂടി ഗ്രൗണ്ടിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇതിൽ പോയപ്പോൾ കണ്ട ഈ ഒരു കൗതുക കാഴ്ചയാണ്. കൗതുകം എന്നല്ല, എങ്ങനെയാണ് കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ശ്യാം നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും ഏത് സ്പോർട്സാണോ കുട്ടികൾക്ക് ഇഷ്ടം അതിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഈ വെക്കേഷൻ സമയത്ത് ഇപ്പോൾ 2 മാസത്തോളം ഉണ്ട്, അവർ മറ്റുള്ള ഈ കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കാൻ ഇങ്ങനെ സ്പോർട്സിൽ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് ഫുട്ബോളോ ക്രിക്കറ്റോ എന്തുമാവട്ടെ, ഓട്ട മത്സരം എന്താവട്ടെ, എല്ലാത്തിനും അവരുടേതായ രുചികൾ കാണുക. അത് ചിലവർ ഡാൻസ് പഠിക്കാൻ പോകും, ചിലവർ മറ്റുള്ള കാര്യങ്ങൾക്ക് പാട്ട് പഠിക്കാൻ പോകും. ഏതാണ് കുട്ടികൾക്ക് അഭിനയിക്കുക, ഈ 2 മാസക്കാലം അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം മാതാപിതാക്കളോട് കൊടുക്കുക. അതുപോലെ ഈ ശ്യാം കാണിക്കുന്ന ഈ വയനാട് ഗ്രൗണ്ടിൽ കണ്ടല്ലോ, എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ശ്യാമിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ന്യൂസ് ഇന്ത്യ 24 നൽകുന്നത്. ഇത്തരം പ്രവൃത്തികളുമായി ഇനി മുന്നേറട്ടെ മാജിക് ബൂട്ട്സിൻ്റെ എല്ലാ അംഗങ്ങൾക്കും, ശ്യാമിനും ഷിജിക്കും അതുപോലെ അമലിനും ഈ ബൂട്ട്സിൻ്റെ മക്കൾക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും ഈ വഴിക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ന്യൂസ് ഇന്ത്യ 24 കൊല്ലം.